കൂട്ടുകാരെ, ജെഫോറി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഒത്തിരി സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നല്ലൊരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ എന്താണ് വീഡിയോ എന്ന് നമുക്ക് വീഡിയോ കണ്ടുകൊണ്ട് അങ്ങ് പോകാം അല്ലേ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാലുണ്ടല്ലോ, നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കൊലയായിട്ട് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന നല്ല റോസാ ചെടികളുടെ വീഡിയോ ആണ്. അപ്പോൾ റോസാ ചെടികളുടെ വീഡിയോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കുമല്ലേ എന്താണെന്ന്. അപ്പോൾ എന്താണെന്നറിയാമോ, പലരും നമ്മളോടിങ്ങനെ ചോദിക്കാറുണ്ട്, ഒരു റോസ് ചെടീനെ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എങ്ങനെ നല്ല രീതിയിൽ നമുക്കൊരു ചെടീനെ വളർത്തിയെടുക്കാം, അതുമാത്രമല്ല ഒരു റോസ് ചെടീനെ നമ്മൾ എങ്ങനെ നല്ല ഭംഗിയായിട്ട് വളർന്നു വരാനായിട്ട് നട്ട് കൊടുക്കണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിൽ നമ്മൾ വേറൊരു സസ്പെൻസും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വീഡിയോ കണ്ടാലല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ കാണുന്ന റോസ് ഉണ്ടല്ലോ, ഇത് നമുക്ക് കാശ്മീർ റോസ് തന്നെ ഇപ്പം നമ്മുടെ കയ്യിലൊരു 3 വെറൈറ്റി ഉണ്ട് കേട്ടോ. അതായത് നല്ലൊരു ഡാർക്ക് പിങ്ക്, കൂടാണ്ട് വൈറ്റ്, അത് കൂടാണ്ട് ഇത് ഇത് നമ്മുടെ ലൈറ്റ് പിങ്ക്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിങ്ങനെ വിരിഞ്ഞ് വരുമ്പം ഈ ഒരു കളറോട് കൂടെ വരും കേട്ടോ. കുറച്ചങ്ങോട്ട് കൊഴിയാറാകുമ്പോഴേക്കും ഇത് ഇങ്ങനെയായിട്ടൊരു കളറായിട്ട് മാറുവേ. എന്തായാലും നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ കാണുന്നതാണ്, ഇത് നമ്മുടെ നല്ല അടിപൊളി ഓർക്കിഡ് റോസാണ്. മുള്ളില്ലാത്ത ഓർക്കിഡ് റോസ് കേട്ടോ. അതായത് നല്ല നാടൻ ഓൺ റൂട്ടഡ് റോസാണ്. എന്ത് ഭംഗിയാണെന്നറിയോ, ഇതിങ്ങനെ പൂവുണ്ടാകുമ്പോൾ ഇങ്ങനെ കൊല്ലയായിട്ടുണ്ടാകും കേട്ടോ. കണ്ടോ, കുറേ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ കുറേ ഇങ്ങോട്ട് വിരിയാനായിട്ട് മുട്ടുകളൊക്കെ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഓർക്കിഡ് റോസ് വളർത്തുമ്പോണ്ടല്ലോ, ഒന്നുകിലും നമുക്കിങ്ങനെ പോട്ടിലോ അല്ലെങ്കിൽ നിലത്തോ നട്ടിട്ടിങ്ങനെ നമ്മളിതിന് സപ്പോർട്ടായിട്ട് ചെറിയൊരു കമ്പ് എന്തെങ്കിലും കുത്തി കൊടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ മുകളിലേക്ക് പോകും കേട്ടോ. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഈ റോസിനെ നമ്മുടെ ഈ പോട്ട് ഹാങ് ചെയ്തിടുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇതിങ്ങനെ ഹാങ് ചെയ്തിടുമ്പോൾ താഴോട്ടിങ്ങനെ ഈ പൂ നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ഈ ഒരു ചെടീനെ വളർത്താം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ, അതായത് നമ്മുടെ ഇവിടുത്തെ ചെടികളിൽ നിന്നും നമുക്ക് നല്ലൊരു അടിപൊളി റോസ് കേട്ടോ. നമ്മുടെ ബ്ലാക്ക് റോസാണ്. എന്ത് ഭംഗിയാണെന്ന് പറയുക കാണാനായിട്ട്. ഒത്തിരി നിറച്ച് നല്ല പൂക്കളുണ്ടാകുന്ന റോസാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു പ്ലാന്റിനെ നോക്കിയെടുത്തിട്ട് നമുക്കത് കറക്റ്റായ രീതിയിൽ നട്ടു കൊടുക്കാം കേട്ടോ. അപ്പം കണ്ടോ, എല്ലാം നല്ല ഭംഗിയായിട്ട് നല്ല നിറഞ്ഞ് നല്ലോണം പൂവിട്ട് നിൽക്കുന്നുണ്ടേ നമ്മുടെ റോസസ് എല്ലാം. നല്ല അടിപൊളി പ്ലാന്റുമാണ്. അങ്ങനെ നമ്മളെപ്പോലെയുള്ള ചെടിപ്രേമികളുണ്ടല്ലോ, നമ്മളിതുപോലെ നല്ല ഭംഗിയുള്ള റോസാ ചെടികളെ കാണുമ്പോൾ നമ്മൾ എന്തായാലും മേടിച്ചു പോകും അല്ലേ. അപ്പോൾ നമ്മളൊരു ചെടി മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് കറക്റ്റ് ശരിയായ രീതിയിൽ നട്ടാലും നമുക്ക് ആ ചെടീനെ ഒരു കാലത്തും പോകാതെ നല്ല ഭംഗിയായിട്ട് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ചെടീനെ എങ്ങനെയാണ് കറക്റ്റ് രീതിയിൽ നടുന്നതെന്ന് കൂടെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ മേടിക്കുമ്പം ഒത്തിരി ആഗ്രഹത്തോടും ഒത്തിരി എന്താ പറയുക ഇഷ്ടത്തോടും കൂടിയൊക്കെ ആയിരിക്കും വാങ്ങുന്നത്. അപ്പോൾ നമുക്കത് എപ്പോഴും തന്നെ നമ്മുടെ കയ്യിൽ നിലനിൽക്കണ്ടേ. നമ്മുടെ റോസ് നടാനായിട്ട് ഞാനിവിടെ ഫസ്റ്റിൽ എടുത്ത് വെച്ചേക്കുന്നത് ഇത് നമ്മുടെ സാധാ മണ്ണാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് നല്ലൊരു മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ കുറച്ച് മണലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ റോസിനൊരു പോട്ടി മിക്സർ തയ്യാറാക്കുമ്പം നമ്മൾ പരമാവധി നല്ല ചരൾ കൂടിയ മണ്ണോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. എന്ന് വെച്ചാൽ എപ്പോഴും പിന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കാതെ രീതിയിൽ വാർന്നു പോകുന്ന രീതിയിലുള്ള മണ്ണാണ് കേട്ടോ റോസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ 2 സംഭവം മാത്രം മതി നമ്മുടെ റോസ് നടാനായിട്ട്. അതായത് മണലും കൂടാതെ നമ്മുടെ മണ്ണും. അപ്പോൾ എല്ലാവരും റോസ് നടുമ്പം ഇതുപോലെ കുറേ നമ്മുടെ ചാണകപ്പൊടി വാരി നമ്മുടെ പോട്ടി മിക്സറിൻ്റെ കൂടെ ഉൾപ്പെടുത്തും. അപ്പോൾ ഈ ചാണകപ്പൊടി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതൊരു ചൂടും കൂടിയാണ്. അപ്പം നമ്മൾ ഒരു നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന റോസൊക്കെ പെട്ടെന്ന് നമ്മുടെ ഒരു മണ്ണിലേക്ക് പറിച്ച് നടുമ്പം നമ്മുടെ ചെടി പെട്ടെന്ന് തന്നെ ഇങ്ങനെ നമുക്കതിങ്ങനെ എന്താ പറയുക പഴുത്ത് അങ്ങനെ നമ്മുടെ ചെടി നാശമായി പോകുന്നത് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആദ്യമേ നമ്മുടെ റോസ് നമ്മുടെ മണ്ണിലൊന്ന് സെറ്റാകുന്നിടം വരെ നമ്മൾ അധികം വളങ്ങളൊന്നും തന്നെ കൊടുക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു 2 സംഭവം ചേർത്ത് നമ്മൾ നല്ലൊരു പോട്ടി മിക്സർ അങ്ങ് റെഡിയാക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സംഭവം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി എന്താണെന്നറിയോ, ഇത് നമ്മുടെ കരിയില. അപ്പോൾ ഇത് നമ്മുടെ എല്ലാവരുടെ പറമ്പിൽ കൂടെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഈ കരിയില നമ്മളിനി മുതൽ കിട്ടുന്നുണ്ടല്ലോ, ഇങ്ങനെ അടിച്ചു വാരി നമ്മളൊരു സ്ഥലത്ത് കൂട്ടി വെക്കുക. അപ്പം നമുക്ക് ആവശ്യങ്ങൾക്ക് നമ്മുടെ ചെടികൾ നിറയ്ക്കാനൊക്കെ നമുക്കൊരു പോട്ടി മിക്സറിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. കരിയില ചീഞ്ഞാലും ഉണ്ടല്ലോ ഏറ്റവും നല്ലൊരു വളം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഇതുപോലെ ആദ്യം നല്ല ഹോളുള്ളൊരു പോട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പരമാവധി നമ്മൾ റോസ് നടുമ്പോണ്ടല്ലോ അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള പോട്ടിൽ നടുവാണെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്ക് അതിൽ വളങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ആ ഒരു ചെടീനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ചെറിയ പോട്ടൊക്കെ എടുക്കുന്നെങ്കിൽ നമ്മൾ വീണ്ടും പോട്ട് ഇങ്ങനെ നമ്മൾ മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തേക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം. ഇതുപോലെ കരിയില ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് അടുത്തായിട്ടുണ്ടല്ലോ, നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ പോട്ടി മിക്സർ ഉണ്ടല്ലോ, ഇതുപോലെ നമ്മുടെ പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ റോസ് നടുവാണെങ്കിലുണ്ടല്ലോ നമ്മുടെ റോസ് നമുക്ക് നശിച്ചു പോകാതെ നല്ല അടിപൊളി
റോസാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. ഇനിയുണ്ടല്ലോ നമ്മുടെ ഈ റോസിനെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം, അതായത് നടാൻ കണക്കിന് സെറ്റാക്കി എടുക്കാതെ. അപ്പോൾ കണ്ടോ, ഈ റോസിൽ ഭയങ്കര മണ്ണാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ഈ ഉറച്ച് നിൽക്കുന്ന മണ്ണിനെ നമുക്കൊന്ന് കളഞ്ഞിട്ട് വേണം നട്ടു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഈ കാണുന്ന മണ്ണിനെ നമ്മൾ ഏകദേശം അങ്ങോട്ട് ഇളക്കി മാറ്റി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ റൂട്ടിനെ നമ്മളൊന്ന് ഫ്രീ ആക്കി എടുക്കണം. ഇതുപോലെ നമ്മൾ ഫ്രീ ആക്കി എടുക്കുക. ഏകദേശം ഒരു ഇത്ര മണ്ണൊക്കെ ഇരുന്നോട്ടെ, മൊത്തം അങ്ങോട്ട് കളയേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ ഈ ഒരു പോട്ടിലേക്ക് നമ്മുടെ ഈ റോസ് ചെടീനെ ഇതുപോലെ അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി കുറച്ച് കരികിലയും കൂടെ ഇതുപോലെ ഇതിൻ്റെ ഇടഭാഗത്തായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണേ. പിന്നെ നല്ലൊരു വേനൽക്കാലമൊക്കെ അല്ലേ ഇങ്ങ് വരുന്നത്. അപ്പോൾ നമ്മുടെ റോസ് ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു വെള്ളത്തിൻ്റെ തണുപ്പൊക്കെ ഇങ്ങനെ നിലനിർത്തും കേട്ടോ, നമ്മളിതുപോലെ കരിയിലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി ബാക്കിയുള്ള പോട്ടി മിക്സറും കൂടെ നമ്മളിതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ പോട്ടിൽ നമ്മൾ മണ്ണെല്ലാം ഇട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുള്ളും. ഇനിയുണ്ടല്ലോ ഈ ബാക്കിയുള്ള ഈ ഒരു കരിയിലയും കൂടെ നമ്മൾ ഇതിൻ്റെ ഒരു മുകൾ ഭാഗത്തൂടെ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ റോസിൻ്റെ ചുവട്ടിൽ കാടൊന്നും വരാതിരിക്കും കേട്ടോ. അങ്ങനെ കാടൊന്നും വരാതിരിക്കും. അപ്പം ഇതേ രീതിയിൽ നട്ടിട്ടുണ്ടല്ലോ നമ്മുടെ റോസിനെ നമ്മൾ നല്ലൊരു ഒരാഴ്ചത്തേക്ക് ഒരു തണലത്ത് വെച്ച് കൊടുക്കണേ. എന്നിട്ട് എല്ലാ ദിവസവും ഒരു നേരം നനച്ച് കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മുടെ മണ്ണുമായിട്ട് നമ്മുടെ ചെടി ഒന്ന് പിടിച്ചു എന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് നമുക്ക് പിന്നീടാണ് കേട്ടോ വളങ്ങൾ കൊടുക്കേണ്ടത്. അങ്ങനെ ഈ കാണുന്നതാണ് നമ്മുടെ കാശ്മീർ റോസിൻ്റെ ഡാർക്ക് പിങ്ക് കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നോ എന്ത് ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. എപ്പോഴും പൂക്കളായിരിക്കും കേട്ടോ ഈ ഒരു ചെടിയിൽ. ഒരു പൂമുട്ട് വന്ന് അത് വിരിഞ്ഞ് കൊഴിയുമ്പോഴേക്കും അടുത്തതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നല്ല ഭംഗിയുള്ള കളറുമാണ് കേട്ടോ, നല്ല അടിപൊളി പ്ലാന്റുമാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഓർക്കിഡ് റോസിൻ്റെ പ്ലാന്റാണ് കേട്ടോ. ഇതാ നല്ല ഹെൽത്തിയായ നല്ല സൂപ്പർ പ്ലാന്റ് കണ്ടോ. ഇതെല്ലാം ഇപ്പം നമ്മൾ കാണിച്ച ഈ റോസസ് എല്ലാം ഉണ്ടല്ലോ നാടൻ ഓൺ റൂട്ടഡ് റോസസ് ആണ്. അത് മാത്രമല്ല കേട്ടോ, അതായത് നമ്മുടെ ആ ഒരു ബ്ലാക്ക് റോസ് ബഡ് റോസാണ്. അപ്പോൾ ഇതെല്ലാം ബാക്കിയെല്ലാം നല്ല നാടൻ റോസാണ്. ഇത് നമ്മുടെ മിക്ക റോസിലും ഉണ്ടല്ലോ ഇങ്ങനെ ഫ്ലവർ വിരിയാനായിട്ട് മുട്ട് വരാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന റോസ് ചെടികളാണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ റോസൊക്കെ വാങ്ങി നടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പം ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങി നല്ല അടിപൊളി പൂന്തോട്ടം ആക്കാവുന്നതാണ്. ഞാനുണ്ടല്ലോ നമ്മുടെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, പൂ കഴിഞ്ഞ പാടെ തന്നെ നമ്മുടെ റോസിനെ നമ്മൾ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണമെന്ന്. അപ്പോൾ പ്രൂണിങ് കൊടുത്താൽ മാത്രമാണ് കേട്ടോ നമ്മുടെ റോസ് യഥാർത്ഥ രീതിയിൽ നല്ല തളിരിലേക്കായിട്ട് വരുള്ളൂ. തളിരില വന്നാൽ മാത്രമാണ് നമ്മുടെ റോസിന് പൂമൊട്ടുകളും വരുള്ളൂ. കണ്ടോ, ഇപ്പോൾ നമ്മുടെ റോസിൽ നോക്കി എല്ലാം നല്ല തളിർത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റോസിന് ഇതുപോലെ ഒക്കെ നല്ല തളിരിലേക്കായിട്ട് വന്ന് നിന്നാലും ഇത് കണ്ടോ, ഇതുപോലെ ഇലകൾക്ക് ചില സമയങ്ങളിൽ നമ്മുടെ ഇലകളെല്ലാം കേടുവന്ന് കുഴിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇലകൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഈ ചെടീൻ്റെ കേടുകളെല്ലാം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട ഒരു പെസ്റ്റിസൈഡ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ റോസിന് കൊടുക്കുന്ന ഒരു പെസ്റ്റിസൈഡാണ് കേട്ടോ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇതൊരു ഇൻഡോഫിലാണ്, അതായത് ഇതൊരു കോണ്ടാക്റ്റ് ഫംഗിസൈഡാണ്. അപ്പോൾ ഇത് നമ്മുടെ റോസിനൊക്കെ ഇതുപോലെയുള്ള അതായത് ബ്ലാക്ക് സ്പോട്ട് അല്ലെങ്കിൽ മഞ്ഞ കളറിൽ ഇലകൾ വരിക അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ പൂമൊട്ടുകൾ വിരിയാതെ വരിക, പിന്നെ മുട്ടുകൾ പുഴുക്കൾ തിന്നുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ടാറ്റാമിഡയാണ് കേട്ടോ. കണ്ടോ, ഇതൊരു കെമിക്കലാണ്. അപ്പം നമ്മൾ ഈ ഒരു പെസ്റ്റിസൈഡിനെ പരിചയപ്പെടുത്തുമ്പോൾ ഉണ്ടല്ലോ അത് താല്പര്യമുള്ളവർ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ, അല്ലാത്തവർ ചെയ്യേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ മാസത്തിൽ ഒരു തവണ നമ്മുടെ ചെടികൾക്ക് കൊടുത്തെങ്കിൽ മാത്രമാണ് നമ്മുടെ ചെടികളിൽ വല്ലാതെ ബാധിച്ചിരിക്കുന്ന ആ ഒരു കേടുപാടൊക്കെ മാറിയിട്ട് നമുക്ക് അത്യാവശ്യം നമ്മുടെ ചെടീനെ ഒന്ന് ഹെൽത്തി ആക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, റോസ് നല്ല ഹെൽത്തി ആക്കി എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് കൊടുക്കേണ്ട രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ഇൻഡോഫിൽ 1 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ടാറ്റാമിഡയും ഒരു 2 ml അല്ലെങ്കിൽ 1 ml എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ എല്ലാ ചെടികളുടെയും ലീഫിൽ കൂടെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം റോസ് എന്ന് പറഞ്ഞ ചെടീനുണ്ടല്ലോ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. കുറച്ചൊന്ന് നല്ലൊരു ശ്രദ്ധ കൊടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ച് കൊടുക്കുക. എത്രയോ സൂര്യപ്രകാശം കിട്ടുന്നോ അതിനനുസരിച്ച് പൂക്കൾ വരുന്നതായിരിക്കും.
അപ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഫസ്റ്റ് റോസ് നടുമ്പം വളങ്ങൾ അധികം കൊടുക്കരുത്. വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും നാട്ടിലെ ആ ഒരു മണ്ണും നമ്മൾ പുതുതായിട്ട് വാങ്ങുന്ന ചെടികളും തമ്മിൽ പെട്ടെന്ന് അങ്ങോട്ട് സെറ്റാകണമെന്നില്ല. അപ്പം ആദ്യം നമ്മൾ നമ്മുടെ മണ്ണിൽ മാത്രം നട്ടു കൊടുക്കുക. പിന്നീട് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വളങ്ങൾ കൊടുത്താൽ മതി കേട്ടോ. അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ലൊരു ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്ന. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല വീഡിയോ കേട്ട് വീണ്ടും വരാം. ബൈ.